കണ്ട ലാപ്ടോപ്പ് ആരെയും പറയും വെച്ച് അപ്പൊ ടയറാൻ ചേച്ചിപ്പുറത്ത് ഒന്നും കൂടി വരച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഇമ്പോസ്റ്റർ ഡ്രോയിങ് ചലഞ്ച്. അപ്പൊ 3 ലോട്ടിടും, 2 എണ്ണം ഒരു വേർഡ് അയക്കും, 1 ഇമ്പോസ്റ്റർ അയക്കും. അപ്പൊ ഇമ്പോസ്റ്റർ കിട്ടിയ വ്യക്തിനെ ആരാന്നുള്ളത് ബാക്കി രണ്ടുപേരും കണ്ടുപിടിക്കണം. ഇമ്പോസ്റ്റർ ചെയ്യുന്ന പൊട്ടത്തിരത്തിലൂടെ ബാക്കി രണ്ടുപേരും ഇമ്പോസ്റ്റർ ആരാന്ന് കണ്ടുപിടിക്കണം. ഇമ്പോസ്റ്റർ ആണ് എന്നുള്ളത് ബാക്കി രണ്ടുപേരും കാണിച്ചു കൊടുക്കരുത്, മനസ്സിലായിപ്പിക്കരുത്. അതാണ് ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. കണ്ടുപിടിക്കുന്നു. അപ്പൊ അതാ ഫസ്റ്റത്തെ ലോട്ടി നമ്മളെ കൈ കിട്ടിക്കുന്നത്. ഞാൻ കണ്ണുറങ്ങിയില്ല കേട്ടോ, കണ്ണുറങ്ങിയില്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ലോട്ടി നമ്മളെ കൈ കിട്ടിക്കുന്നത്. ഇത് ആരെങ്കിലും കുളിക്കിടുക, ആരെങ്കിലും ആദ്യം ആരാ വരയ്ക്കുന്നത്? ഞാൻ തന്നെ. അപ്പൊ അതാ ഓരോരുത്തർക്ക് ഓരോ സ്കെച്ച് ഉണ്ട്. ഇന്റെ നീല കളറാണ്, റെഡ് ആണ്, ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ വെക്കട്ടെ. അത് ബന്ധിക്കണമെന്നില്ല, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരച്ചാൽ മതി. അതിമ്പോ തന്നെ വരയ്ക്കണമെന്നില്ല. അങ്ങനെ വരയ്ക്കുക. എന്തെങ്കിലും വരച്ചോ, പോസ് ചെയ്തിട്ടോ. സാധനം കേട്ടോ. അപ്പൊ ഞാൻ വെക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണുള്ളത് കേട്ടോ അതിന്റെ അവസ്ഥ. മതിയില്ലേ? ഇതുവരെ നോക്കുക. ഫുള്ള് വരയ്ക്കണ്ട, ഫുള്ള് വരയ്ക്കണമെന്നില്ലല്ലോ. ഇത്ര പോരെ? ഇമ്പോസ്റ്റർ ആരാന്ന് ഏകദേശം ഇത് കിട്ടിയില്ലേ? അപ്പൊ ആരാ ഇമ്പോസ്റ്റർ എന്ന് കാണിക്കാം. അപ്പൊ ഇമ്പോസ്റ്റർ ആരെന്ന് പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇത് ഇവിടുത്തെ എന്തോ വരച്ചൊക്കെ വെച്ചിട്ട് അത് വരച്ചപ്പോ ഈ മനസ്സിലായി. അത് വരച്ചപ്പോഴേ ഈ മനസ്സിലായി സംഭവം പോയി എന്നുള്ളത്. നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ഇത് ബാല വരച്ചത്, ഞാൻ ബാല വരയ്ക്കുന്ന സംഭവം വരച്ചതാ. ഞാൻ ഈ സാധനം തന്നെ ബാക്കി ഞാൻ എനിക്ക് ഇത് വരച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇത് രണ്ടും വരച്ച പറഞ്ഞു. ഇത് രണ്ടും വരച്ച ഇനി ഇന്ത്യത്തെ ഇവിടെ ഒരു വര വെച്ച എനിക്ക് ഒരു സാധനം മനസ്സിലായി. ഇത് മീന് ബാലുണ്ടാവില്ല, തലയൊക്കെ വെച്ച് വേഗം മനസ്സിലായി. ബാല ഇപ്പാത്തല്ലേ ഉണ്ടാവുക. ഇമ്പോസ്റ്റർ കില്ലാടി തന്നെ. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇതിൽ ഇമ്പോസ്റ്റർ ജയിച്ചു ഇനിയുള്ള റൗണ്ടിൽ ഇമ്പോസ്റ്ററിനെ വളരാൻ അനുവദിച്ചുകൂടാ. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് പോവാം. എന്റെ പെന്നു പോയി പറയാനേ ഇതുമ്പോ അതാക്കുന്നത് അവിടെ കണ്ണോർന്നോ അതാക്കുന്ന. അപ്പൊ അത് ചിന്നു പറ്റിയില്ല. ഇഞ്ചാരോ കണ്ടു എനിക്കൊരു സംശയം. വരയ്ക്ക്.
വെച്ചോളി ഓള് വെച്ചോ. നമുക്ക് എന്തായാലും ഫുള്ളാക്കാം. അതന്നെ. ഓള് വെച്ചോളി. ഞാനല്ലേ സിഞ്ഞാലേ ഞാൻ വയ്ക്കാം. ഒന്നുമില്ലേ മതി, കൊറേന്ന് വയ്ക്കാൻ പാടില്ല. ബാക്കി വേറെ ആരെങ്കിലും വലിച്ചാലോ? കണ്ടിട്ട് ഇപ്പൊ എന്താ അത്? ഇനി നമുക്ക് ഇമ്പോസ്റ്ററിനെ പറയട്ടോ. Ready, 1, 2, 3, start. ഞാൻ വിചാരിച്ചേ ഇവിടെ ഞാനൊരു വില ഞാൻ സംഭവം എന്താ വിചാരിച്ചതോ, ഇത് ഇങ്ങനെ ചെരിച്ച് വലിച്ചിക്കെങ്കിൽ ലാപ്ടോപ്പ് ആണ് മനസ്സിലാവും. അതിന് വേണ്ടി ഇപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാഞ്ഞ്. അല്ല, ഞാൻ ഇങ്ങനെ വരെ വെച്ച് ഇവള് ഇങ്ങനെ വെച്ച് വിചാരിച്ചു ഇവള് ഇപ്പുറത്തോടെ ഇങ്ങനെ വയ്ക്കും. ഞാനങ്ങനെ വരയ്ക്കാനും സത്യം പറഞ്ഞാല് പിന്നെ എനിക്ക് തോന്നി വീടങ്ങനെ ഇതുവരെ വലിച്ചു നോക്ക് കിട്ടിയില്ല. ഞാൻ ഇത് വെച്ചാൽ കിട്ടും. അതാ ഞാൻ ചോദിച്ചില്ല. സ്വിച്ച് പക്ഷെ ഫസ്റ്റത്തെ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഇമ്പോസ്റ്റർ ഇങ്ങനെ കൊണ്ട് വരാം. എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാല് ഇതെന്താ സംഭവം. ഇത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇത് കണ്ട ലാപ്ടോപ്പ് ആന്ന് ആരേലും പറയും. ആദ്യം അടുത്ത റൗണ്ടിലേക്ക് അല്ല, ആദ്യം വലിയ ആളായിട്ട് വന്ന് ആരോ കണ്ടിക്കും തോന്നുന്നു. അപ്പഴൊക്കെ മനസ്സിലാവും. ഇല്ല ഇല്ലല്ലോ. അപ്പൊ നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. കുളിക്കിട്. റെഡി, 1. അപ്പൊ ഫസ്റ്റ് വളാണ് വെക്കണ്ടേ. നമുക്ക് നോക്കാം. കുറച്ച് ബേക്കോട്ടേക്ക്, കുറച്ച് ബേക്കോട്ടേക്ക്. എനിക്ക് ബലമായ സംശയമില്ലാതില്ല. ഇനി എങ്ങനെ നോക്കിയിരിക്കുന്നു എപ്പോഴും. നമ്മളൊരു പുലിയന്നെ. അല്ലോ അതിങ്ങി വയ്ക്കണ്ടല്ലോ. സൗണ്ട് ആക്കി പറയും. അതിങ്ങി വയ്ക്കണമല്ലോ. ഓക്കെ, അച്ഛാ എന്തായി കഥ? മനസ്സിലായോ? നമുക്കൊക്കെ മനസ്സിലാക്കിയല്ലോ. നമുക്കെല്ലാം മനസ്സിലായല്ലോ. ആരാണ് എന്താണ് മനസ്സിലായി തോന്നുന്നു. ഞാനല്ലേ കോള് വെച്ചേക്ക്. ഇനിയുണ്ടോ? ഇത് ഇനി എന്റെ നല്ലത്.
അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്ന് നോക്കാം. അതിപ്പോ അവസ്ഥ എങ്ങനെയാട്ടുള്ളത്, ഇങ്ങനെയാട്ടുള്ളത്. ഇതെന്താ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ളത് ഇങ്ങനെ കണ്ടാൽ ചിലപ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അതെന്താ കിട്ടിയെന്നുള്ളത് പറഞ്ഞുതരാം. ഇങ്ങനെയുള്ളത്. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്ററിനെ സെലക്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാനും ഇത് ഫുട്ബോൾ ആണ് കിട്ടിയത്, ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പൊ ഇവളിതാ ഞാനൊരു ബോൾ വരച്ച്, അപ്പൊ ഇവള് ടയറാൻ വിചാരിച്ചു ഇപ്പുറത്ത് ഒന്നും കൂടി വരച്ചു. അത് കാറിന്റെ ടയറാൻ വിചാരിച്ചു ഒരു ഗ്രൗണ്ടിൽ ഒരു ബോൾ അല്ലേ ഉണ്ടാവും, അത് 2 ബോള്. അപ്പൊ ഇങ്ങിത് വരച്ചപ്പോ ഇങ്ങിത് സംഭവം വരച്ച് ഞാൻ തോന്നുന്നു വരച്ചപ്പോ ഇങ്ങോട്ട് വിചാരിച്ചു കാറോ അങ്ങനെ ബസ്സോ എന്തോ ആണെന്നാ വിചാരിച്ചത്. ഞാൻ ഈ മനുഷ്യനെ കണ്ടാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ വിചാരിച്ചു ആ കാറിൽ ഇരിക്കുന്ന മനുഷ്യനെ. പക്ഷെ എനിക്ക് ആരും തന്നെ മനസ്സിലായി പൊന്നുമല്ല. കാരണം നമ്മള് ഇത് ഫുട്ബോൾ കളിച്ചപ്പോ മനസ്സിലാവണല്ല. ഓ, അപ്പൊ ഈ റൗണ്ടില് ഇമ്പോസ്റ്റർ പിടിക്കപ്പെട്ടു. കഴിഞ്ഞ റൗണ്ടിൽ പാളിപ്പോയി, മൊത്തത്തിൽ പാളിപ്പോയി. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിൽ വീഡിയോ വിടുക. റെഡി 1 2 3 സ്റ്റാർട്ട്. സിനോ കയ്യ അങ്ങോട്ട്. റെഡി 1 2 എന്റെ മോളെത്തി. എനിക്കില്ല. തുറക്കാൻ പറ്റണ്ട. ഞാനല്ല ആദ്യം വരയ്ക്കേണ്ടേ. സംതിങ് ഫിഷിങ്. എനിക്കൊരു ഫിഷിങ്ങും അല്ല. എനിക്ക് വലിയ ഫിഷിംഗ് ഒന്നും തോന്നില്ല. എനിക്ക് ഏകദേശം ആരാന്ന് ആളെ പിടികിട്ടി. എനിക്ക് മനസ്സിലായി. എന്താ ഇമ്പോസ്റ്ററിനെ പറയാം. ഇമ്പോസ്റ്ററിനെ പറയാം. എല്ലാരും കൊറേ ആൾക്കാർ റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാനല്ലോ ഞാൻ ഇത് ഫുള്ള് വരച്ചപ്പോ മനസ്സിലായി ഫ്രൂട്ട്സ് ആണ് എന്നുള്ളത്. അപ്പൊ ഇത് ഇനി ഫുള്ള് വരയ്ക്കാത്ത അതാ ഞാൻ 3 വരച്ചു. ബാക്കിയുള്ള എത്ര ആട്ട് വരെ എത്ര വരെ പോകുന്ന അറിയാം. അപ്പൊ ഇത് ഏതായാലും പോയി, അപ്പൊ ഇതും പോയി. അപ്പൊ ഞാൻ ഇത് വരച്ചോൾ എന്ത് വരയ്ക്കും അറിയണ്ട. ഞാൻ എങ്ങനെ വരച്ചു മാങ്ങന്റെ മൂട് ഭാഗം എങ്ങനെ വരച്ചു ചുട്ടിയാല് ഇങ്ങനെ വരച്ചു. ബാക്കിയുള്ള എന്ത് വരച്ചു എന്നിട്ട് മോൾ ഭാഗം വരച്ചു. അപ്പോൾ ആളെ ആപ്പിൾ ആക്കിയാല് നമ്മളാ മാങ്ങ ജോയിൻ ചെയ്യാനുള്ളതോളം ആപ്പിളാക്കി പറ്റണം. ഇതെന്ത് ഇത് ഇതെന്ത് ഐസ്ക്രീം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. നൈസായിട്ട് പാളി. ഇമ്പോസ്റ്റർ നൈസായിട്ട് പാളി. ഫസ്റ്റ് റൗണ്ടിൽ ഇനിയിപ്പൊ ഇമ്പോസ്റ്റർ ഇട്ടത് എന്നാണ് എനിക്കത്. ഫസ്റ്റ് ഞാൻ വരയ്ക്കണല്ലോ. അപ്പൊ ഞാൻ ഇമ്പോസ്റ്റർ ഇമ്പോസ്റ്റർ ആണോ കഴിഞ്ഞാൽ ഇന്റെ അവസ്ഥ പക്ഷെ പോയതാണ് അറിയോ മറ്റേ ഒരു ബോൾ കൂടി ഒരു റൗണ്ട് കൂടി ടയർ വെച്ചത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിൽ വരച്ചോ. ആരാ ചിന്നു. വരി തുറക്കാനും കിട്ടൂലേ. വരച്ചോ. ഇതെന്താ മോത്തൊക്കെ നോട്ടം. വരയ്ക്ക് നോക്കണല്ലോ. ഇമ്പോസ്റ്റർ വല്ലാതെ
യെസ് എന്തായാലും പറയുന്നു. വെച്ചോ വേഗം വെച്ചോ. ദേ. നിന്റെ കർത്താവേ ഞാൻ 2 വട്ടം വരച്ച സ്ഥിതിക്ക് 2 വട്ടം കൂടി ഇവിടെ വെച്ചാൽ ഓ മൊത്തം മട്ടായി പോകും. ശരിയാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വരയ്ക്കലേ, ഇങ്ങനെ ഒരു വരയ്ക്കാം. ഞാനല്ലേ കുയിലിനെ തേടി കുയിലിനെ. ഇമ്പോസ്റ്റർ അല്ലാത്തവർക്ക് മനസ്സിലാവുന്നതാണ്. വെച്ചോ. വരി വരി. അപ്പൊ നമുക്ക് പോരേത് റൗണ്ട് പോരെ. അപ്പൊ നമുക്ക് അല്ല ഇനിയും കൂടി ഇല്ലേ? ഞാൻ കൂടി ഇട്ടോ. വിളവരെ ആ. ക്യാമറമാൻ കൊറേ എന്തൊക്കെ പറഞ്ഞു തരുന്നത് ക്ലൂകളൊക്കെ. എന്താ മതി. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. പിക്ചർ ഇത് അങ്ങനെയാണ് ഉള്ളത്. പിക്ചർ ഇത് അങ്ങനെയാണ് ഉള്ളത്. ഇതാണ് പിക്ചർ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചിലപ്പോ എന്തൊക്കെയൊക്കെ മനസ്സിലാവും. അതന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ സെലക്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല സൂര്യൻ മോളും താഴ്ത്തൊക്കെ ആദ്യം വെച്ച് നേരെ ചിലപ്പോ ഈ പോയൊക്കെ വരിക്കുമ്പോ നേരായിട്ട് റിഫ്ലക്ഷൻ ആയിട്ട് എന്താ കിട്ടിയേ? മല. ഇവിടെ വേറെ കാര്യം ക്യാമറാമാൻ പറയാ പൊന്നോ പൊന്നോ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇതെന്താ അങ്ങോട്ടോ പോയത് തീർന്നല്ല മല അങ്ങോട്ടോ പോയത്. ഇതിങ്ങനെ വെച്ചാൽ ഞാൻ ഇതിങ്ങനെ ആക്കിയാൽ ഇനി ഇവിടെ വരെ വെച്ചോ. അപ്പൊ ഞാന് ഓവള് ഇത് മരിച്ചു. അപ്പൊ ഇനി എന്താന്ന് വിചാരിച്ചു. ആ ലാപ്ടോപ്പ് അങ്ങനെ എനിക്ക് വിചാരിക്കാൻ വീടല്ല അതെന്താ വീട് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞങ്ങള് ഇങ്ങനെയൊക്കെ വരച്ചെപ്പിച്ചു. അപ്പൊ ഇപ്രാവശ്യം ഇമ്പോസ്റ്റർ ജയിക്കാനായില്ല. ഇപ്രാവശ്യം ഞങ്ങൾ ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാൻ ഇമ്പോസ്റ്റർ അത്രയും വിവരക്കടായി. ഒരു സൂര്യൻ വിട താഴത്തെ സൂര്യന്റെ ഇവിടെ വട്ടം വിട. സൂര്യൻ താഴോട്ട് പറഞ്ഞു വീടാന്ന് തോന്നുന്നു. അപ്പൊ ഞമ്മക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഞാൻ കണ്ടോണ്ടിരിക്കാണ്. എനിക്ക് കിട്ടുന്നില്ലടി. ഞാൻ ആദ്യം അല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ ഇനി നേരത്തെ ആപ്പിള വരച്ചില്ല അതുപോലെ കിട്ടുന്ന രീതിയിൽ വയ്ക്കുക. ഇങ്ങനെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള രീതി വയ്ക്കണം. അവിടെ വരച്ചോ. എന്താണ് ഇമ്പോസ്റ്ററിന് എന്താണ് സംഭവം മനസ്സിലായി ഇമ്പോസ്റ്ററിന്.
പോരെ ഇതല്ലോ റൗണ്ട് കഴിഞ്ഞു. ഉം. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ഇമ്പോസ്റ്റർ ആരാ സെലക്ട് ചെയ്യുക? അതാണ് പിക്ചർ. ഇതാണ് പിക്ചർ. പിക്ചർ. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്ന് സെലക്ട് ചെയ്യാം. Ready, 1, 2, 3 start. ഞാൻ മനസ്സിലായി. അത് മനസ്സിലായി. മനസ്സിലായി സംഭവം. ഇനി ഇല്ലല്ലോ മൊത്തം വരയ്ക്കുന്നത്. ഞാൻ വരയ്ക്കുന്നതിന്റെ കണ്ടിന്യൂ ആയിട്ട് അവള് മൊത്തം വരയ്ക്കുന്നത്. ഇത് വരച്ച് ഇനി ഇത് വരച്ച് ഞാൻ ഇത് വരച്ചു, ഓളത് വരച്ചു. അല്ല ഫസ്റ്റ് ഇവൾ ഇത് വെച്ചോ ഞാൻ വിചാരിച്ചു മരാണ്, തടിയില്ലേ, അതുകൊണ്ടാണ് ഇത് വരച്ചത്. ആണില്ലേ? അല്ല ഞാൻ വരയ്ക്കുന്നതിനെ കണ്ടിന്യൂ ആയിട്ട് പിന്നെ മൊത്തത്തിൽ സംഭവം അത് ഈ ഇമ്പോസ്റ്റർ കുറച്ച് ഇതായിട്ടാണ് കളിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇമ്പോസ്റ്റർ മനസ്സിലാവില്ല. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരു ഫോൾട്ട് ഇതിന് പറ്റിയിട്ടില്ല, അതുകൊണ്ട് മനസ്സിലാവില്ല. പക്ഷെ ഇനി വരയ്ക്കുന്ന ഓളല്ലാന്ന് എനിക്ക് മനസ്സിലായി തോന്നിയത്. എനിക്ക് ചില വര വരച്ച് അപ്പൊ ഞാൻ വരയ്ക്കുന്നതിനെ കണ്ടിന്യൂ ആയിട്ടല്ലോ വരയ്ക്കുന്നത്. ആ പക്ഷെ ഇനി വരയ്ക്കുന്ന മൊത്തം ഞാൻ എന്തോന്ന് വരച്ചു അതിനപ്പുറത്ത് ഇനി വരയ്ക്കുന്നത്. ഞാൻ ഇത് വരച്ചാൽ ഓൾ ഇത് വരച്ച് അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ അപ്പൊ ഞമ്മക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഈ ഇതില് കിട്ടിയത് ടോർച്ച് ആട്ടോ, ടോർച്ച്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇതാരാ വരയ്ക്കേണ്ടി? ഞാന് നീ വരയ്ക്കേണ്ടി? നീ അല്ല ഇപ്പൊ വരച്ച്? ഞാൻ വരച്ചില്ല. ഞാൻ വരയ്ക്കട്ടെ. കുറച്ച് ട്രിക്കി ആയിട്ട് വരയ്ക്കണുണ്ട്, പെട്ടെന്ന് കിട്ടരുത്, അങ്ങനെ വരയ്ക്കണേ. ഇതിപ്പോ എന്തായി കഥ ഒക്കെ മനസ്സിലാവും. ഒക്കെ മനസ്സിലാവും. എന്ത് മനസ്സിലാവുന്നു? അല്ല ഇമ്പോസ്റ്റർ ആരും മനസ്സിലാവുന്ന? ഇമ്പോസ്റ്റർ ആരാ നോക്കുക? ഞാൻ എന്റെ കൂടി വരച്ചോ ഇമ്പോസ്റ്റർ ആരാ സെലക്ട് ചെയ്യാം. അപ്പൊ ഇമ്പോസ്റ്റർ ആരാ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് പിക്ചർ. ഇതാണ് പിക്ചർ. ഇതാണ് കിട്ടിയ പിക്ചർ. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്ന് സെലക്ട് ചെയ്യാം. റെഡി 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ ഈ ഡോറിന്റെ സംഭവമാണ് ഫസ്റ്റ് വെച്ചത്. ആ മോളോട് വേറൊരു ഡോർ. ഞാൻ ഇത് വെച്ചാൽ ഒക്കെ മനസ്സിലായി. ഓക്കെ ആരാ? ചിന്നു. ഞാൻ ഇനി അയക്കേണ്ടി പെട്ടെന്ന് കിട്ടുന്ന പറ്റിയത്തെ.
ഇവളെന്താ തതായ്മ ഇല്ല കഴിഞ്ഞു ഇത് കഴിച്ചോ. നീ കൂടി വേണം. അപ്പൊ നമുക്ക് ഇതാണ് പിക്ചർ കേട്ടോ, ഇതാണ് പിക്ചർ. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്ന് നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. എനിക്ക് തോന്നി പക്ഷെ എനിക്ക് തോണിയാന്ന് പോയാന്നങ്ങനെ മനസ്സിലായത്. ഞാൻ സാധനം വരച്ച എനിക്ക് ഞാൻ ആദ്യം വരയ്ക്കാന്ന് ചോദിച്ചത് അത് വരച്ചാൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ ഇത് പാറ വരച്ച് അതിന്റെ സൈഡിലുള്ള ഞാൻ വേറെന്തെങ്കിലും ട്രിക്കി ആയിട്ട് വരച്ചിട്ട് ഇപ്പൊ ഞാനാന്ന് പറയൂല, അതുകൊണ്ടാണ് ഞാൻ അത് ഞാൻ കണ്ടോ ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്കൊന്നും വിവരമില്ല, അതുകൊണ്ട് ഞാൻ വരയ്ക്കാൻ നിൽക്കുന്നത്. ഞാൻ എന്റെ കണ്ടിന്യൂ ആയിട്ട് ഒരു പാറ വരയ്ക്കണം ചോദിച്ചാൽ അപ്പൊ എനിക്ക് ഞാനാണെന്ന് പാറൊക്കെ വരച്ചാലേ. ഇപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞ്? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഔട്ട് കഴിഞ്ഞു. അപ്പൊ ഞമ്മക്ക് പോസ്റ്റർ ആയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ഞാനായി. പിന്നെ എങ്ങനെ എനിക്ക് കിട്ടിക്കാനുള്ള അവസ്ഥ ഞാൻ 2 ഇമ്പോസ്റ്റർ നിന്ന് ഫസ്റ്റ് തന്നെ. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇപ്രാവശ്യം കിട്ടിയത് റിവർ ആയിട്ടോ, ഇതിൽ റിവറായി കിട്ടിയത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമുക്ക് വോട്ടിടാം. പറഞ്ഞു ആരായോ വരച്ചോ. പറ്റില്ല അയ്യോ, നീ എന്താ സൂക്ഷിച്ചോക്കുന്നേ? ആക്ക് വരിക. അല്ലോ അയക്കോ എന്താ ആലോചിക്കുന്നേ? വരിക്കണ്ടോ ചെറിയ എന്തോ ചേച്ചിണ്ടാവൂലേ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ആലോചിക്കണം കേട്ടോ, ആലോചിക്കണം. നമ്മൾ തിങ്ക് ചെയ്താലേ സാധനത്തെ പേരിട്ടു. സ്പെല്ലിങ് മാറിപ്പോയി. മാണ്ടമുണ്ടല്ലോ. സ്പെല്ലിങ് ഏതല്ല എന്താണ് കണക്കൊന്നും അങ്ങോട്ട് ശരിയാവും. അതന്നെ എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാരാന്ന്. എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിക്കിട്ടേ ഞങ്ങൾക്ക് 3 കിട്ടിക്കാരാ. ഇതിൽ ഇമ്പോസ്റ്ററിന് എന്താണ് സംഭവം അങ്ങോട്ട് പിടികിട്ടില്ലാന്ന് തോന്നില്ലേ? കിട്ടിയില്ലല്ലോ ജിനു. ഇമ്പോസ്റ്റർ എന്താന്ന് പിടികിട്ടില്ല, അതാണ് ഇമ്പോസ്റ്റർ മൊത്തത്തിൽ പെട്ടുകിടും. തോണിയോ? ഓക്കെ ഓക്കെ സോറി, കുറച്ചുകൂടി ഇറക്കം മതി. ഇനി അടുത്ത റൗണ്ടിൽ അടുത്ത ഇതാകുമ്പോഴേക്ക് ഞങ്ങൾ അടുത്ത ഇമ്പോസ്റ്റർ ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾ ഡ്രോയിങ് ഒക്കെ കുറച്ച് മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. അതെ അതെ എന്താ ചേച്ചോന്നല്ല അഞ്ഞാക്കി ഓള് വരച്ചു, ഞാൻ അപ്പൊ ഞാനിത് വരച്ച അല്ല ഇനി എങ്ങനെ വരയ്ക്കോ? ഇനിയിപ്പോ ഇതിൽ വരയ്ക്കാനാണ്. ഇനിയും ഉണ്ടായിരിക്കാനൊക്കെ എന്ത് അങ്ങോട്ട് പോയി. സംഭവത്തിന്റെ എന്താ അക്ഷരങ്ങൾ ഇനി എഴുതുന്നില്ലേ? വേണ്ട, അക്ഷരങ്ങൾ തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ച പേരല്ല അത്. കഴിഞ്ഞില്ലേ? ഒന്നുകൂടി നമ്മൾ ഞാൻ അറിഞ്ഞേ
അവളെ വരച്ച് അപ്പൊ നമുക്ക് ആരാ ഇമ്പോസ്റ്റർ ആരാന്ന് സെലക്ട് ചെയ്യാട്ടോ. അപ്പൊ ഇതാണോ സംഭവം, ഇതാട്ടോ സംഭവം. ഇത് ഇമ്പോസ്റ്റർ വരച്ചതും പാളിപ്പോയിക്കുന്ന അല്ലാത്തവര് പറിക്കല്ലോ പാളിപ്പോയി. ഇതെന്താ സാധനം നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവും, നിങ്ങൾ കമന്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞങ്ങൾ പറയും, പക്ഷെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് എന്ത് കണ്ടിട്ട് തോന്നും പറയാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് ഇമ്പോസ്റ്റർ ആണ് സെലക്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതെന്താ അതെന്താ അതെന്താ ഇതെന്താ ഞാൻ അവിടെ വെച്ച മഞ്ഞ വെച്ചത്. അപ്പൊ തന്നെ സംഭവം പെണ്ണ് അല്ല, പേര് മാറിപ്പോയി. ഞാൻ വേറൊരു ഒരു പെണ്ണുണ്ടല്ലേ, അതിന്റെ പേരാ വേറെന്തോ ലെക്സ് എന്നൊക്കെ. ഞാൻ എഴുതാതെ നന്നായി. ഞാൻ എന്താ എഴുതാൻ വിചാരിച്ചത്, കാറാന്ന് എഴുതി ലൈഫ് ലൈൻ എഴുതാൻ വിചാരിച്ചാൽ എല്ലാം എഴുതിയത് അയ്യോ കടാ വിചാരിച്ചു. പൊന്നു ആലോചിക്കായിരുന്നു എല്ലാം എന്താ പേര്. ഞാൻ ടെക്നോളജി പോ അങ്ങനെ എന്തെങ്കിലും ചെയ്താന്നൊക്കെ വിചാരിച്ചില്ല. ഇപ്പൊ എന്തായാലും മൂഞ്ചി പോയി. പാളിപ്പോയി വരയൊക്കെ വരച്ചിട്ട്. പക്ഷെ ഫസ്റ്റ് ഞാൻ ഈ വര വെച്ചത് പെണ്ണിന്റെ മൂടി വെച്ചതാ. ഇത് പെണ്ണിന്റെ മൂടി, അത് പെണ്ണിന്റെ മുടിക്കൊക്കെ നീളം മതി. ഇതെന്ത് സാധനം, ആനയൊക്കെ പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഞാന് അല്ലേ വെച്ചോളിയോ വയ്ക്കണോ? എന്താ ഒന്നുമില്ല. ആലോചന നല്ലതാണ്. നമ്മൾ ട്രിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പെട്ടെന്ന് കിട്ടുന്ന വെക്കത്തെ. ശരി. ഇതിനെന്തൊരു ക്ലാരിറ്റി കേട്ടോ ശരിയാ. നമ്മൾ ട്രിക്ക് ചെയ്ത് വരയ്ക്കണം. അപ്പൊ ക്യാമറമാൻ ശരിയല്ല എന്തോ കളിക്കണ്ട്. നമ്മൾ ട്രിക്ക് ചെയ്ത് വരയ്ക്കണ്ടോ. ട്രിക്ക് ചെയ്ത് വരയ്ക്കണമെങ്കിൽ ഈ ഇമ്പോസ്റ്റർ അല്ലാത്ത ആളുണ്ടല്ലോ വരയ്ക്കുന്നത്. അതെന്താണ് ഉറപ്പരമുള്ള കണ്ണൊക്കെ കൂട്ടല്ലോ അങ്ങോട്ട് ശരിയാവുന്നില്ല. നമ്മൾ വെച്ചോളി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല മാറ്റി വെച്ചോളി. അങ്ങനെ അല്ലേ മാറ്റി വെച്ചോളി. ഇങ്ങനെ ആക്കണ്ടല്ലോ. എന്റെ അറിയത്തല്ല ആകാന്ന് കേട്ടോ. ആണല്ലേ, ആലോചിക്കണല്ലേ എന്താ സംഭവം. ചെരിഞ്ഞു ഏതാ ഇതായിപ്പോയി എന്നിട്ടാ വിചാരിച്ച നീ വരക്കി. എന്റെ മോള് വരക്കി. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണട്ടോ. ഇത് വരയ്ക്കുന്നതിന് മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി വേണട്ടോ. സംഭവം എന്തായി ഇതന്നെ ഇനി കളി വരക്കി ഇനി വരക്കി. പൊന്നു കഴിഞ്ഞില്ലേ? അല്ല, ഒരു റൗണ്ടും കൂടിയാണ് പോവുക. ഒരാളുണ്ടോ? അല്ല, പൊന്നല്ലേ ഫസ്റ്റ് ഇട്ട്. അപ്പൊ ഞങ്ങൾ ഇഞ്ചും കൂടി കഴിഞ്ഞാലല്ലേ ഉണ്ട്. മോള് വെച്ചോളി. കിട്ടുന്നില്ലേ? അപ്പുറത്ത് വരയ്ക്കണം. അങ്ങനെ തന്നെ വെച്ചോ. ഇത് മൊത്തം കൂട്ടുകൾ ശരിയല്ല. ഇതെന്താന്ന് വെച്ചാല് ഇമ്പോസ്റ്ററിന് ആള് എന്താ സംഭവം മനസ്സിലായില്ല. അതന്നെ മനസ്സിലായില്ല.
അതൊന്നുമല്ല സംഭവം ഇമ്പോസ്റ്റർ അല്ലാത്തവർക്കും ഭരിക്കാൻ അറിയില്ല അതാണ് പ്രശ്നം അല്ലേ അതല്ലേ പ്രശ്നം മൊത്തത്തിൽ പാടി പോകുന്നുണ്ട് എടക്കോ എന്നുള്ളൊരു സംശയം ആലോചിച്ചാല് കിട്ടുന്ന സംഭവങ്ങളാണ് കോമേഡിന്. എനിക്ക് മനസ്സിലായി എനിക്ക് ഏകദേശം ഒരു ധാരണ ഒരാളെ കിട്ടിയിരുന്നു ആയിക്കോട്ടെ മോള് വെച്ചോളി. കിട്ടിക്ക് എനിക്ക് എല്ലാം കിട്ടിക്ക്. അപ്പൊ നമുക്ക് ഈ റൗണ്ട് കൂടി പോട്ടെ. കഴിഞ്ഞില്ല ഏതായാലും ഉച്ച കൂടിയല്ലേ ഉള്ളൂ. ഞാനും കൂടി ഇതാ ഇങ്ങനെ തുടങ്ങി എന്നാ ഞാൻ കേക്കട്ടെ. കുട്ടിയോ ഒരു ഇത് സവനപ്പിന്റെ കുപ്പി അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 വന്നിട്ട് ഇവിടെ ഒരു സംഭവം ഇല്ല ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടാണ് കുപ്പി വരിക. ആ സംഭവമാണ് ഈ സംഭവം. ഇവിടെ വരെ വെച്ചാൽ തന്നെ മനസ്സിലായില്ലേ? പ്രശ്നം എന്തായോ സവനപ്പ എനിക്ക് മനസ്സിലായില്ല. ഇത് സവന് ഞാൻ വായിച്ചില്ലല്ലോ. ഇതാണ് വരച്ചത്. ഞാൻ ആദ്യം വര വരച്ചു പോയി എന്തായി പക്ഷെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിട്ടോ സവനപ്പാണ് കാരണം സവനപ്പ് ഇവിടെ നമ്മൾ കുടിച്ചോണ്ട് സവനപ്പാന്ന് ചെറിയ സംശയം ഉണ്ടായി. പിന്നെ സവനപ്പ് ചെയ്തിട്ട് ഇനിയിപ്പോ അല്ലെങ്കിൽ ഇനിയിപ്പോ സവനപ്പിന് മെറിന്റെ വേറെ എന്തെങ്കിലും ആണെങ്കിലേ അപ്പൊ സവൻ നേടിയെന്ന് പോയെന്താവും. എനിക്ക് തോന്നി ഇവള് ചിലപ്പോ എന്നെ പറയുന്നു ഇവള് പിന്നെ നോക്കുന്നുണ്ടേ. എനിക്ക് തോന്നി ഇവള് പറഞ്ഞ ലോകം എന്താകും. കാരണം ഈ ഒരു വര ഇത് നോക്കി ഇത് ഇത് പിന്നെ കുപ്പിന്റെ മൂടിയാന്നില്ല. ഇതിപ്പോ എന്താ അപ്പൊ അത് വെച്ചിട്ട് തെറ്റിപ്പോയിട്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത് ലാസ്റ്റ് റൗണ്ട് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ ഇതൊക്കെ കുറച്ച് പാളി പോയിക്കുന്നതാണെന്ന് നോക്കണ്ട. ഫുള്ള് എനിക്കാണ് ഇമ്പോസ്റ്റർ. പക്ഷെ കിട്ടിയ മൊത്തം ഫസ്റ്റ് ആയി പോയി എനിക്ക് കിട്ടുന്നത് അല്ലേ? അപ്പൊ എന്തായി പോട്ടോ അങ്ങനെ ആകുമ്പോ ഞാൻ ഒരു വര വെച്ച് ഈ 2 ഫസ്റ്റ് കിട്ടി. ഇനി അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.